ആലപ്പുഴ ജില്ലയിൽ രണ്ടിടത്തു കൂടി പക്ഷിപ്പനി എന്ന സംശയം. മുട്ടാർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിലെ താറാവുകളിലാണ് പക്ഷിപ്പനി ഉണ്ടോ എന്ന് സംശയം വന്നിരിക്കുന്നത്. 17,480 താറാവുകളെയാണ് ഇതുവരെ കൊന്ന് മറവ് ചെയ്തിട്ടുള്ളത്. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്. മനീഷ് മഹിവാൽ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അതായത് നേരത്തെ ആലപ്പുഴ ജില്ലയിൽ 2 പഞ്ചായത്തുകളിലാണ്, ചെറുതന, എടത്തുവ പഞ്ചായത്തുകളിലെ 2 വാർഡുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അവിടങ്ങളിൽ ഇതുവരെയും 17,480, അതായത് കോഴിയും താറാവും കൂടിയുള്ള കണക്കാണ്. 17,480 താറാവുകളെ ഇതുവരെയും നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കർഷകർക്ക് ആശങ്കയാകുന്നത് ഒരു ഘടകം ഇത് താറാവുകൾ മുട്ടയിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർഷകർക്ക് അത് ആഘാതമുണ്ടാക്കും. മറ്റൊരു വിഷയം, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 പഞ്ചായത്തുകളിൽ ഈ പക്ഷിപ്പനിയാണോ എന്നുള്ള സംശയമുണ്ട്. മുട്ടാറിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2022 ഈ രീതിയിലുള്ള പക്ഷിപ്പനി വന്ന സമയത്ത് 10,000-കണക്കിന് താറാവുകളെ നശിപ്പിച്ചിരുന്നത് കർഷകർക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കി. 6-7 ലക്ഷം രൂപയ്ക്ക് മുടക്കിയാണ് കർഷകർ താറാവിൻ കുഞ്ഞുങ്ങളെ വാങ്ങി അത് പരിപാലിച്ച് വരുന്ന സമയത്തോളം അത്രത്തോളം രൂപ ചിലവാകുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് നഷ്ടപരിഹാരം യഥാവിധി കിട്ടുന്നുണ്ടോ, അതിൻ്റെ കണക്ക് പ്രകാരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്താണെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ തമിഴ്നാട് കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ വഴി കടന്നു വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടനാട്ടിൽ പ്രധാനമായി 34 സ്ഥലങ്ങൾ, അതായത് കുട്ടനാട്ടിൽ മാത്രമല്ല SKN, 3 ജില്ലകളിലാണ്. അത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലെ 28 തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ, ചെറുതന പഞ്ചായത്തുകൾ ഉൾപ്പെടെ മറ്റ് 28 പഞ്ചായത്തുകളിലും, ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരസഭ, അവിടെ വാഴപ്പള്ളി പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ 4 പഞ്ചായത്തുകളൊക്കെ 34 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇറച്ചി, മുട്ട, അതായത് ഈ താറാവിൻ്റെ മുട്ടയ്ക്കും ഇറച്ചിക്കും വ്യാപാര നിരോധനമുള്ളത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് വിൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണ സൽക്കാരത്തിനടക്കം ഇത്തരത്തിൽ താറാവോ കോഴിയോ വിളമ്പിയാൽ അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയോ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെയോ അനുമതി വേണം. എവിടെ നിന്നാണ് ആ ഇറച്ചി വാങ്ങിയതെന്നടക്കമുള്ള കാര്യം. ഇതിൽ ഇപ്പോൾ ഈ രീതിയിൽ പക്ഷിപ്പനി വ്യാപിക്കാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള പഞ്ചായത്ത് തല സമിതികൾ ചേരാനാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ പക്ഷിപ്പനി വ്യാപിച്ചാൽ അത് വലിയ തോതിൽ പക്ഷികളെ അതായത് ഈ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടിയിലേക്ക് സർക്കാരിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് എത്തേണ്ടി വരും. 2014 ആദ്യമായി ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. കർഷകർക്കുള്ളൊരു പരാതി, ഇതിൻ്റെ ലാബിലേക്ക് അയച്ച്, ഇതിൻ്റെ സ്രവം അയച്ച്, ഇതിൻ്റെ സാമ്പിൾ അയച്ച്, ഇതിൻ്റെ പരിശോധനയുടെ ഫലം ലഭിക്കണമെങ്കിൽ 3 ദിവസം കഴിയും. അത് ഭോപ്പാലിലെ ലാബിലേക്കാണ് അയക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. ജോസഫ് തോമസ് പറയുന്നു, ബാങ്കിൻ്റെ ഇടപെടൽ മൂലം മരണത്തിലേക്ക് പോയ ആ സഹോദരിയുടെ ആത്മാവിന് നിത്യ ശാന്തി നേരുന്നു. ഇതിനിടയാക്കിയ ബാങ്കിനെയും ഉദ്യോഗസ്ഥന്മാർക്കും കടുത്ത ശിക്ഷ കൊടുക്കണം, 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കൂടി ജോസഫ് തോമസ് ആവശ്യപ്പെടുന്നു. എന്തായാലും ഈ ജപ്തിക്കൊക്കെ പോകുന്ന ആളുകൾ കാലം മാറിയത് മനസ്സിലാക്കണം. വളരെ സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്തില്ലെങ്കിൽ ഇതേപോലുള്ള അത്യാഹിതങ്ങൾ ആവർത്തിച്ചു എന്ന് വരും നമ്മുടെ നാട്ടിൽ.